ഓ നമസ്കാരം, ഞാൻ അനിൽ മൈനാഗപ്പള്ളിയാണ്. അപ്പോൾ എന്നെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു നല്ല പേരയ്ക്ക കാണിച്ചു. നല്ലൊരു പേരയ്ക്ക, നമുക്കെല്ലാവർക്കും ഇഷ്ടമായ സ്വാദിഷ്ടമായൊരു പേരയ്ക്ക. പക്ഷേ ഈ പേരയ്ക്ക പിടിച്ചിരിക്കുന്നത് പേരക്കമ്പിൽ തന്നെയാണ്. പക്ഷേ ആ പേരക്കമ്പ് നിങ്ങൾ നോക്കുക, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലാണ്. കണ്ട, വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പേരയ്ക്ക സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ റബ്ബർ മരം, കണ്ടുവല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത്. ഒരു പേരയ്ക്ക ഇത്രയും ഒരു തയ്യിൽ പിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഒട്ടിച്ചതാവണം, അല്ലേ? ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ലെയർ ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ആവണം. ഇതൊന്നുമല്ല, അതിൻ്റെ ചെവിട്ടിൽ നിന്നാണ് പിടിച്ചത്. കണ്ടോ, അതിൻ്റെ ചെവിട്ടിൽ അവിടെ ഗ്രാഫ്റ്റ് ചെയ്യുകയോ ലെയർ ചെയ്യുകയോ ഒന്നും ചെയ്തതല്ല. പക്ഷേ അവിടെ രണ്ട് വേര് നിങ്ങൾക്ക് കാണാം. കണ്ടോ, രണ്ട് വേര്. ഈ രണ്ട് വേരിൽ നിന്നും പൊട്ടിക്കിളിച്ചതാണത്. ഈ വേര് പോയേക്കുന്നത് എവിടെയൊക്കെയെന്ന് അറിയോ? അത് പോയേക്കുന്നത് ഒരു പേരയുടെ, കണ്ട, ഈ കാണുന്ന ഒരു പേരയാണ്. ഇതാണ് അമ്മപ്പേര. ഈ അമ്മപ്പേരയുടെ ചുവട്ടിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ആ ഒരു തൈ കിളിച്ചു വന്നത്. ആ കിളിച്ചു വന്ന തൈക്കകത്താണ് നിങ്ങൾ എന്ത് കണ്ടത്? ആ ഒരു പേരയ്ക്ക കണ്ടത്. സംഭവം രസകരമല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഈ ഒരു തൈപ്പേരയിൽ നിന്നും ഇങ്ങനെ ഒരു പേരയ്ക്ക കാണുമ്പോൾ അവർക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇത് ഞാൻ വന്ന എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലാണ് ഈ സംഭവം. എനിക്ക് കണ്ടപ്പോൾ ഒരു നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം, അനിൽ മൈനാഗപ്പള്ളി. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.